ഞാൻ പി രാജീവ് എൻ്റെ ബോഡി ലാംഗ്വേജിനെ കുറിച്ചൊരു ആരോപണം ഉന്നയിച്ചത് ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു ബുദ്ധിജീവിയാണ്, വലിയ പ്രഭാഷകനാണ്, ചിന്തകനാണ്, എഴുത്തുകാരനാണ്. ഞാൻ അതൊന്നുമല്ല. ഞാനൊരു സാധാരണ നാട്ടുമ്പുറത്തുകാരനാണ്. തമാശ കേൾക്കുമ്പോൾ ചിരിക്കുകയും സങ്കടം വരുമ്പോൾ കരയുകയും ദേഷ്യപ്പെടുമ്പോൾ പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യുന്നൊരു സാധാരണക്കാരനാണ്. എൻ്റെ ബോഡി ലാംഗ്വേജ് ചിലപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ശൈലിയല്ല എൻ്റെ ശൈലി. പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം, അതായത് ഗവൺമെൻറ് ലീഡർമാരുടെ എണ്ണം കൂട്ടിയെന്നാണ്. 17/7/2017 ഒന്നാം പിണറായി സർക്കാർ 5 സ്പെഷ്യൽ GP-മാരെയും 5 GP-മാരെയും നിയമിച്ചു. അന്ന് AK ബാലനാണ് നിയമമന്ത്രി, കൂടുതലായി നിയമിച്ചു. ഇനി ഈ ആക്ഷേപം ഉന്നയിച്ച ഈ മന്ത്രി നിയമമന്ത്രിയായിട്ടിരിക്കുമ്പോൾ 3 സ്പെഷ്യൽ GP-മാരെയും 3 GP-മാരെയും നിയമിച്ചു. 6 പേരെ. അപ്പോൾ എത്ര പേരായി? 5 5 10 6 16 പേരെ പിണറായി വിജയൻ്റെ കാലത്ത് നിയമിച്ചിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച ഇതേ നിയമമന്ത്രി നിലവിലുള്ള GP-മാരുടെ എണ്ണം കഴിഞ്ഞ വർഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു കൊല്ലം കഴിയുന്നതിന് മുമ്പ് പുതിയ ഗവൺമെൻറ് GP-മാരുടെ എണ്ണം വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് പരിഹസിക്കുന്നവരെക്കുറിച്ച് ഞാൻ എന്തു പറയും? എന്താ പറയേണ്ടത്? ഇതിൻ്റെ അകത്തെ പ്രശ്നം, ഞങ്ങൾക്ക് 23 പേരുടെ ഒരു നടപടിക്രമവും ഇല്ലാതെയാണ് ഇവർ ചെയ്തത്. ഞങ്ങളതല്ല, AG-യുടെ ഭാഗത്തു നിന്നും DGP-യുടെ ഭാഗത്തു നിന്നുള്ള പ്രപ്പോസൽ വന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് കേസസ് കൂടുകയാണ്. കേരളത്തിലെ ഹൈക്കോടതിയിലെ പെറ്റീഷൻസ് 37,000 പെറ്റീഷൻസാണ് അവിടെ എണ്ണം വർദ്ധിച്ച് മറ്റ് ഹൈക്കോടതികളിലേക്കാൾ എണ്ണം കൂടുകയാണ്. കോടതി മുറികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റാതായപ്പോഴാണ് 23 പേരുടെ എണ്ണം കൂട്ടണം എന്ന് പറഞ്ഞ് പ്രപ്പോസൽ വന്നു. നമ്മളത് 23 സാമ്പത്തിക ബുദ്ധിമുട്ടും കാര്യങ്ങൾ കാരണം അത് 12 പേരാക്കി ചുരുക്കിയിട്ടാണ് നമ്മൾ അത് കൊടുത്തത്. ഇതെല്ലാം ചെയ്തു വെച്ചിട്ട് നേരത്തെ ചെയ്ത ആളുകൾ ഇപ്പോൾ വന്ന് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ വിമർശിക്കുന്നത്, ഇവരുടെയൊക്കെ വിമർശനത്തിൻ്റെ അടിത്തറ എന്താണ്? ആർക്കാ ചികിത്സാ സഹായം? അതൊക്കെ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് കൊടുക്കാനുള്ള അധികാരമുണ്ട്. അത് നേരത്തെ നിലവിലുള്ള ഒരു ഫോമിൽ വില്ലേജ് ഓഫീസർ സൈൻ ചെയ്ത്, ചികിത്സിക്കുന്ന ഡോക്ടർ സൈൻ ചെയ്ത്, പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വന്നാൽ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. മറ്റത് ചിലത് എല്ലാം ഓൺലൈനിലായിരുന്നു. ചില കേസ് അർജൻറ്റായിട്ട് ചെയ്യേണ്ടി വരും. ഓൺലൈനിൽ ഒരു അപേക്ഷ കൊടുത്താൽ ചിലപ്പോൾ 1 കൊല്ലമൊക്കെ പിടിക്കും ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. ചില കേസ് അർജൻറ്റായിട്ടുള്ള സർജറി നടത്തേണ്ട കേസ്, ട്രാൻസ്പ്ലാന്റ് നടത്തേണ്ട കേസ്, അങ്ങനെയാണ്. പേപ്പറിൽ മറ്റേ പണ്ട് ഏതോ സർക്കാരിലൊരു മന്ത്രി മറ്റേ സിഗരറ്റിൻ്റെ കൂടിൽ എഴുതി കൊടുത്ത പോലെയൊന്നും ഞാൻ ചെയ്യില്ല.